ഇന്നലെ അത്ഭുതകരമായിട്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സഹോദരിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. സിന്ധു ടീച്ചർ പടന്നക്കാടെന്ന് പറയുന്ന കാഞ്ഞങ്ങാടിനടുത്തുള്ള പടന്നക്കാടെന്ന് പറയുന്ന സ്ഥലത്ത് SN ടീച്ചേഴ്സ് ട്രെയിനിങ് സ്കൂളിലെ അധ്യാപികയാണ്. ആ സഹോദരി അടുത്തൊരു സ്കൂള് കൊടക്കാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള ഒരു സ്കൂൾ സന്ദർശിക്കാനായിട്ട് രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോൾ ഈ പടന്നക്കാട് നിന്ന് ഇറങ്ങി കാറിനകത്ത് സ്വന്തം കാറിൽ, ഇത് അവരുടെ മാരുതി എക്സ്പ്രസോ എന്ന് പറയുന്ന കാറിൽ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വീരമലക്കുന്ന് എന്ന് പറയുന്ന ഒരു കുന്നിനടുത്ത് എത്തിയപ്പോൾ, ഹൈവേ ആണ്, നാഷണൽ ഹൈവേ, കുന്നിനടുത്ത് എത്തിയപ്പോൾ ആ സൈഡിൽ ആ വശത്തിലെ കുന്നിന് ഏതാണ്ട് 100 മീറ്റർ ഉയരമുണ്ട്. അത്രയും ഭാഗത്ത് വെട്ടി അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുത്തതാണ് ഈ ഹൈവേ നിർമ്മാണത്തിന് വേണ്ടി. എടുത്ത് ആ ഭാഗത്തൂടെ കാർ ഓടിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇവർ കാണുന്നുണ്ട് മല ഒരു ഭാഗത്തുനിന്ന് ഈ കുന്നിൻ്റെ കുറേ ഭാഗങ്ങൾ ഇടിഞ്ഞു വീഴുന്നു. എന്നാൽ പെട്ടെന്ന് ഇവിടെ അങ്ങ് പാസ് ചെയ്യാമെന്ന് വിചാരിച്ച് കാറിന് സ്പീഡ് കൂട്ടി അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഉഗ്ര ശബ്ദത്തോടു കൂടി ഈ മല മുഴുവനായിട്ട് ഇടിഞ്ഞ് ഈ റോഡിലേക്ക് വരികയാണ്. റോഡിലേക്ക് വന്നിട്ട് ഈ കാറിനെ തള്ളി വലതുവശത്തോട്ട് നീക്കി. അപ്പോൾ ഭയന്ന് അരണ്ടുപോയ ഇവർ കാർ ഓഫ് ചെയ്തു കേട്ടോ, കാറിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തു. അപ്പോൾ ഇടിഞ്ഞു വീണു, മണ്ണിനടിയിലാണ് കാറും ഇവരുമൊക്കെ. നാട്ടുകാർ ഓടിക്കൂടി. ഏതായാലും ഈ കാറിൻ്റെ ഗ്ലാസ് ഒന്ന് തകരാതിരുന്നത് വലിയ ഭാഗ്യമായി. കാരണം അത് കല്ലുകൾ കുറവായതുകൊണ്ടാണ് ഗ്ലാസ് തകർന്നില്ല. അപ്പോൾ മണ്ണ് ആട് മൂടിയതാണ്. നാട്ടുകാർ വന്ന് പെട്ടെന്ന് ഇവരെ പുറത്തെടുത്തു. അത്ഭുതകരമായിട്ട് ഈ സഹോദരി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഒരു 2ാം ജന്മമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അവിടെ ഒരുപാട്, അതായത് ഈ കുന്നിടിഞ്ഞിട്ട് ഈ 6 വരി പാതയും കഴിഞ്ഞ് മണ്ണ് മറുവശത്തെത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ എന്തോ ഭാഗ്യത്തിന് വെള്ളമൊഴുക്ക് ഇതോടൊപ്പം ഉണ്ടായില്ല. ഈ സാധാരണ ഇങ്ങനൊരു മല ഇടിഞ്ഞു വരുമ്പോൾ അതിനോടൊപ്പം വെള്ളമൊഴുക്കും ഉണ്ടാവാറുണ്ട്. എന്തുകൊണ്ടോ അവിടെ വെള്ളക്കെട്ട്, അതിനകത്ത് വെള്ളമൊഴുക്കുണ്ടായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് ഈ മല ഇടിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് അശാസ്ത്രീയമായ മണ്ണെടുപ്പാണ്. ആ മണ്ണ് അശാസ്ത്രീയമായി വെട്ടി നീക്കി. അത് ആരാണെന്നറിയോ? മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. മേഘ കൺസ്ട്രക്ഷൻ കമ്പനി നമുക്കറിയാമല്ലോ. അതായത് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്ത ഒരു കമ്പനിയാണ്. കാരണം അവർക്ക് ഇത് കൊടുത്തതോടുകൂടി അവർക്ക് ഇന്ത്യയിൽ ആകമാനം ഒരുപാട് നാഷണൽ ഹൈവേയുടെ ജോലി, അതായത് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി കിട്ടി എന്നുള്ളതാണ്. ആ കൺസ്ട്രക്ഷൻ, വലിയ വലിയ കൺസ്ട്രക്ഷൻ, ദേശീയപാത, അതേപോലെ തന്നെ പല വലിയ പാലങ്ങൾ, സൈറ്റുകൾ, ഇതിൻ്റെ എല്ലാം പണി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പണി കിട്ടിയത് ഇപ്പോൾ ആർക്കാ? ജനങ്ങൾക്കാണ് ഇപ്പോൾ പണി കിട്ടിയത്. ഇത് കാരണം മേഘ കൺസ്ട്രക്ഷൻസ് പണിഞ്ഞേക്കുന്ന ഒരുപാട് ഭാഗങ്ങളിലെ റോഡും അശാസ്ത്രീയമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മൂലമാണ് യഥാർത്ഥത്തിൽ റോഡ് ഇടിയാൻ കാരണം ഉണ്ടായിട്ടുണ്ട് അവിടെ. അത് തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിൽ ജനങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഉള്ള റോഡിലൂടെ ആളുകൾക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല. ഇതെന്ത് ചെയ്യും? ഇപ്പോൾ സിന്ധു വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. മലയുടെ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണിടിഞ്ഞ് വീഴുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ ഇവിടെ കടന്നേക്കാന്ന് വിചാരിച്ച് പെട്ടെന്ന് പോയി. അപ്പോഴത്തേക്ക് ഉഗ്ര ശബ്ദത്തോടു കൂടിയാണ് ഈ മല മുഴുവനായിട്ട്, 100 മീറ്റർ ഉയരമുള്ള മലയല്ലേ, ആ അത്രയും ഉയരത്തിലുള്ള മണ്ണാണ് ഇടിഞ്ഞിങ്ങോട്ട് വരുന്നത്. എന്തു ചെയ്യാൻ പറ്റും? അവർ യഥാർത്ഥത്തിൽ തലയെ വരച്ചേക്കുന്നത് കൊണ്ട് മാത്രം, തലവരെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ സിന്ധു ടീച്ചർ രക്ഷപ്പെട്ടത്. ഇല്ലേ, സിന്ധു ഈ മണ്ണിനടിയിൽ കാറും ആയിട്ട് പോയേനെ. മറ്റ് വാഹനങ്ങൾ, ഒരു സ്കൂട്ടർ യാത്രക്കാരനും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടെന്നുള്ളതാണ്. വേറെ ഒരുപാട് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന റോഡാണ്. ആ സമയത്ത് വേറെ വാഹനങ്ങൾ റോഡിൽ ഇല്ലാതിരുന്നത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് പലപ്പോഴും വിധി നമുക്ക് കാണാം. ഇപ്പോൾ ഒരു കാർത്തിക പള്ളിയിൽ ഒരു സ്കൂൾ കെട്ടിടം ത്തിൻ്റെ മേൽക്കൂര ഇടിച്ചു വന്നു, മേൽക്കൂര തകർന്നു വന്നു. പക്ഷേ അതേതാന്ന് പറയുമ്പോൾ ഒരു അവധി ദിവസമായിരുന്നു. ആ അവധി ദിവസം ആയിരുന്നത് കൊണ്ട് മാത്രം അവിടുത്തെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു. അതാണ്. എന്നിട്ട് അവിടെ ക്ലാസ് നടത്തിയിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ കാണിക്കാനായിട്ട് അവിടുത്തെ ബെഞ്ചും ഡെസ്കും എല്ലാം പറക്കി മാറ്റി പെട്ടെന്ന് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ രക്ഷാകർത്താക്കൾ പറയുന്നു ആ ക്ലാസ്സിൽ ആ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കിയിട്ട് പോയതെന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇത് അതിൻ്റെ അതായത് വ്യാഴാഴ്ച വരെ, ഇത് ശനിയാഴ്ചയോ മറ്റോ ആണ് ഇടിഞ്ഞു വീണത്, മുഴുവൻ തകർന്നു വീണത്. എന്ന് പറഞ്ഞ പോലെ വിധി ചിലപ്പോൾ അത് നോക്കി വെച്ചേക്കും. ഒരുപാട് പേർക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട്. വിധി ആ കുഞ്ഞുങ്ങൾക്ക് ആ തലയിലെഴുത്തുണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷേ നമ്മുടെ കുഞ്ഞ് മിഥുന് ആ വിധി അനുകൂലമായിട്ട് വന്നില്ല. ആ കുഞ്ഞിന് ആയുസ് നീട്ടി കിട്ടിയില്ലല്ലോ. അതേപോലെ തന്നെ എത്രയോ പേര് അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ സിന്ധു രക്ഷപ്പെട്ട തലനാരിഴയ്ക്കല്ലേ രക്ഷപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയോ രക്ഷപ്പെട്ടു. ഇത് രണ്ടാം ജന്മം എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികൾ ഉണ്ട്, പ്രകൃതി കാത്തു വെച്ചിട്ടുണ്ട്, നമ്മൾ അറിയത്തില്ല. എങ്ങനെയോ അങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള, എങ്ങനെ രക്ഷപ്പെട്ടെന്ന് അറിയാൻ വയ്യ. അവസാനം കളക്ടറും ഒക്കെ വന്ന് ഈ ഇവരെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ പോയി. കാരണം അതൊരു ആകെപ്പാടി വിറച്ചു പോയി. പിന്നെ ഭയക്കത്തില്ലേ, കാരണം മരണത്തെ മുഖാമുഖം കാണുകയല്ലേ. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. ഈ മല ഇടിഞ്ഞ് വീഴുന്ന ഈ മണ്ണിനോട് പൊരുതാൻ അവർക്ക് ഒക്കും. ഏതായാലും ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ ഭാഗ്യത്തിൻ്റെ തുണ എല്ലാവർക്കും കിട്ടിയാൽ മാത്രമേ ഇനി നമ്മുടെ ഹൈവേയിലൊക്കെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഭാഗ്യമില്ല എന്നുണ്ടെങ്കിൽ പോക്കാണ് എന്നുള്ളതാണ്. നമ്മൾ എത്ര ശരിയായി പ്രവർത്തിച്ചാലും ഭാഗ്യമില്ലെങ്കിൽ ഒന്നും നടക്കാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഏതായാലും ഈ സിന്ധുവിൻ്റെ രണ്ടാം ജന്മത്തിൽ ഞാനും സന്തോഷിക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു ഇത് പിടിച്ചു നിൽക്കാൻ പറ്റിയതിൽ എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. ഇനിയെങ്കിലും ഇതുപോലുള്ള സ്ഥലങ്ങൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഗവൺമെൻറ്, നിർബന്ധമായിട്ടും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഈ മലയിടിഞ്ഞ് വീഴുന്ന ഭാഗങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മാർഗങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യുക. ഇതുപോലുള്ള അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ, അതുമൂലമാണ് ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിക്കുന്നത്. ഈ മണ്ണെടുത്ത് മാറ്റും, മണ്ണ് എന്നിട്ട് കുളം പോലെ മണ്ണെടുത്ത സ്ഥലമുണ്ട് ചിലയിടത്തുനിന്ന്. അവിടെ വലിയ കുളങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്, വലിയ കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തി അവിടെ നിന്നൊക്കെ തോന്നിവാസം പോലെ മണ്ണെടുത്തുകൊണ്ട് ഇതിൻ്റെ മറവിൽ. ഇതിനിടാൻ മാത്രമല്ല, മണ്ണെടുത്ത് വിൽക്കും. അറിയത്തില്ല എത്ര രൂപ, കോടിക്കണക്കിന് രൂപ കിട്ടും അതിൽ നിന്ന്. വളരെ വലിയ ആദായകരമായ ഒരു ബിസിനസ് അല്ലേ. ഇത് മനസ്സിലാക്കി ഇതനുസരിച്ച് നോക്കി പ്രവർത്തിക്കുക.